കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ലോറി ഉടമ മനാഫ് തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. മനാഫിന്റെ പക്കലുള്ള രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും ഹാജരാക്കണമെന്ന SIT പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത് കേസിലെ ഗൂഢാലോചന ചൂണ്ടിക്കാട്ടി. വിശദാംശങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഇപ്പോഴും ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളിൽ ദുരൂഹത തുടരുന്നുണ്ട്. ഏതായാലും ഈ ലോറി ഉടമ മനാഫിന്റെ പക്കലുള്ള ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കണമെന്ന് SIT അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തിങ്കളാഴ്ച മനാഫ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നുണ്ടല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, അല്പസമയത്തിനകം തന്നെ മനാഫ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകവും കുഴിച്ചുമൂടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗൂഢാലോചനയിൽ ഈ മനാഫിന് പങ്കുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മനാഫിനെ ധർമ്മസ്ഥലയിലേക്ക് മംഗലാപുരത്തേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. മംഗലാപുരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ നിന്ന് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ തിങ്കളാഴ്ച ഹാജരാവും എന്നാണ് മനാഫ് പറയുന്നത്. തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ ശുചീകരണ തൊഴിലാളിയും ഈ നേരത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കാരണം മൃതദേഹങ്ങളൊന്നും ഇയാൾ പറഞ്ഞിരിക്കുന്ന 16 പോയിന്റോളം പരിശോധന നടത്തിയിട്ടും ഇവിടെ നിന്നൊന്നും കാര്യമായ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകെ കുറച്ച് അസ്ഥിക്കൂടങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. സ്ത്രീയുടേത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്ന് ലഭിച്ചത് പുരുഷന്റേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ ഉൾപ്പെടെ പുറത്തു വന്നു എന്നാണ് ഇപ്പോൾ SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും SIT സംഘം അറസ്റ്റിൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇയാൾ എന്നുള്ള രീതിയിൽ കേസ് ഫയൽ ചെയ്തുകൊണ്ട് അറസ്റ്റിലേക്ക് പോകുമോ എന്നത് ഉൾപ്പെടെയുള്ള ആശങ്ക എന്തായാലും മനാഫിനുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മനാഫ് എന്താണ് മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. 11 മണിയോടുകൂടി തന്നെ കണ്ടേക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ശ്രീകാർത്തിക.